തൃശ്ശൂരിൽ ഇപ്പോൾ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ. വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുന്നത്. തൃശ്ശൂരിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ് കെ മുരളീധരൻ. ജേസൺ ചാമവളപ്പിലുണ്ട് വിശദാംശങ്ങളുമായി. ജേസൺ, ഇപ്പോൾ തൃശ്ശൂരിൽ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് പ്രവർത്തകർ കെ മുരളീധരന് നൽകുന്നത്. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർ ചേർന്നാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മുരളീധരന് സ്വീകരണം നൽകിയത്. അതിനുശേഷം ഇപ്പോൾ റോഡ് ഷോയായി പോകും. അതിനുശേഷമായിരിക്കും മുരളി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എല്ലാ അനിശ്ചിതത്വങ്ങളും മാറി ഒറ്റക്കെട്ടായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതിന്റെ സൂചന നൽകുന്നതായിരുന്നു ഇപ്പോഴുണ്ടായ കെ മുരളീധരൻ ഏൽപ്പിച്ച സ്വീകരണം. ഏതായാലും നൂറുകണക്കിന് പ്രവർത്തകർ വൻ നിരയോടുകൂടിയാണ് ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൂടി കടന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ടി.എൻ. പ്രതാപൻ MP, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അതുപോലെ തന്നെ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കെ മുരളീധരനോടൊപ്പമുണ്ട്. ടി.എൻ. പ്രതാപൻ കഴിഞ്ഞ ദിവസം വരെ വളരെ സജീവമായി തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. ചുമരെഴുത്ത് നടത്തി, പോസ്റ്റർ ഒട്ടിച്ചു, ബൂത്ത് പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് പെട്ടെന്ന് തന്നെ ഒരു രാത്രിയോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. കെ മുരളീധരനാണ് കൂടുതൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എത്തുന്നു. അതിനുശേഷമാണ് ഒറ്റ രാത്രി കൊണ്ട് സ്ഥാനാർത്ഥികൾ മാറി മറയുന്നത്. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു. കഴിഞ്ഞ ൾക്ക് മുമ്പ് കെ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപാട് കേരളത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റിംഗ് കാൻഡിഡേറ്റായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റായി മാറി. അതിനുശേഷമാണ് ഇപ്പോൾ തിരിച്ചൊരു കെ മുരളീധരൻ വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലേക്ക് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ നിന്ന് കാണാം. കെ മുരളീധരനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കടക്കുകയാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന്റെ സൈഡിലൂടെ കടന്ന് DCCയിലേക്ക് എത്തിയ ശേഷം അവിടെ നിന്നാണ് പിന്നീട് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് പോവുക. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔപചാരിക തുടക്കമാകുന്നത്. തൃശ്ശൂരിൽ കെ മുരളീധരൻ പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിലും കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. റോഡ് ഷോ ഉൾപ്പെടെ നടത്തുന്നു. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് പ്രവർത്തകർ കെ സുധാകരൻ കണ്ണൂരിൽ നൽകുന്നത്. രണ്ട് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം തൃശ്ശൂരിലെത്തി സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെ തൃശ്ശൂരിലെത്തി ഔദ്യോഗിക പ്രചാരണങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സമാനമായി കണ്ണൂരിൽ കെ സുധാകരനും വലിയ രീതിയിലുള്ള സ്വീകരണമാണ്. സുധാകരൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. കണ്ണൂരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് രണ്ടിടത്തും രണ്ട് സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോൾ കെ മുരളീധരന്റെ റോഡ് ഷോയാണ് നടക്കുന്നത്.